ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാചകങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹം വളരെ അർപ്പണബോധമുള്ള ഒരു അധ്യാപകനാണ്. ഹീ ഈസ് എ വെരി ഡെഡിക്കേറ്റഡ് ടീച്ചർ. വളരെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെരി. അർപ്പണബോധം, ഡെഡിക്കേഷൻ. അധ്യാപകൻ, ടീച്ചർ. ഹീ ഈസ് എ വെരി ഡെഡിക്കേറ്റഡ് ടീച്ചർ. അദ്ദേഹം വളരെ അർപ്പണബോധമുള്ള ഒരു അധ്യാപകനാണ്. അവൾ ഒരു പുതിയ ടീമിൽ ജോലി ചെയ്യുന്നു. ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ന്യൂ ടീം. പുതിയ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ന്യൂ. ജോലി ചെയ്യുക, വർക്ക്. ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ന്യൂ ടീം. അവൾ ഒരു പുതിയ ടീമിൽ ജോലി ചെയ്യുന്നു. അവൾ വളരെ ദയയുള്ളവളും ഉദാരമതിയുമാണ്. ഷീ ഈസ് എ വെരി കൈൻഡ് ആൻഡ് ജനറസ് പേഴ്സൺ. വളരെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെരി. ദയ, കൈൻഡ്. ഉദാരമതി, ജനറസ്. ഷീ ഈസ് എ വെരി കൈൻഡ് ആൻഡ് ജനറസ് പേഴ്സൺ. അവൾ വളരെ ദയയുള്ളവളും ഉദാരമതിയുമാണ്. അവൻ അവധിക്ക് പോകുന്നു. ഹീ ഈസ് ഗോയിങ് ഓൺ ഹോളിഡേ. അവധി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹോളിഡേ. പോകുക, ഗോ. ഹീ ഈസ് ഗോയിങ് ഓൺ ഹോളിഡേ. അവൻ അവധിക്ക് പോകുന്നു. പൂന്തോട്ടം നിറയെ നിറമുള്ള പൂക്കളാണ്. ദ ഗാർഡൻ ഈസ് ഫുൾ ഓഫ് കളർഫുൾ ഫ്ലവേഴ്സ്. പൂന്തോട്ടം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗാർഡൻ. നിറയെ, ഫുൾ. നിറമുള്ള, കളർഫുൾ. പൂക്കൾ, ഫ്ലവേഴ്സ്. ദ ഗാർഡൻ ഈസ് ഫുൾ ഓഫ് കളർഫുൾ ഫ്ലവേഴ്സ്. പൂന്തോട്ടം നിറയെ നിറമുള്ള പൂക്കളാണ്. കുട്ടികൾ ഒരു മണൽക്കോട്ട പണിയുകയാണ്. ദ ചിൽഡ്രൻ ആർ ബിൽഡിംഗ് എ സാൻഡ് കാസിൽ. കുട്ടികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ചിൽഡ്രൻ. മണൽക്കോട്ട, സാൻഡ് കാസിൽ. പണിയുക, ബിൽഡ്. ദ ചിൽഡ്രൻ ആർ ബിൽഡിംഗ് എ സാൻഡ് കാസിൽ. കുട്ടികൾ ഒരു മണൽക്കോട്ട പണിയുകയാണ്. പസിലുകൾ പരിഹരിക്കുന്നതിൽ അവൻ വളരെ മിടുക്കനാണ്. ഹീ ഈസ് വെരി ഗുഡ് അറ്റ് സോൾവിംഗ് പസിൽസ്. പരിഹരിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സോൾവ്. വളരെ, വെരി. വളരെ മിടുക്കനാണ്, വെരി ഗുഡ് അറ്റ്. ഹീ ഈസ് ഗുഡ് അറ്റ് സോൾവിംഗ് പസിൽസ്. പസിലുകൾ പരിഹരിക്കുന്നതിൽ അവൻ വളരെ മിടുക്കനാണ്. വീടിന് ഒരു പുതിയ കോട്ട് പെയിൻറ് ആവശ്യമാണ്. ദ ഹൗസ് നീഡ്സ് എ ഫ്രഷ് കോട്ട് ഓഫ് പെയിൻറ്. വീട് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹൗസ്. പുതിയ, ഫ്രഷ്. ആവശ്യം, നീഡ്. ദ ഹൗസ് നീഡ്സ് എ ഫ്രഷ് കോട്ട് ഓഫ് പെയിൻറ്. വീടിന് ഒരു പുതിയ കോട്ട് പെയിൻറ് ആവശ്യമാണ്. അവൾ ഒരു നൃത്ത മത്സരത്തിനായി പരിശീലിക്കുന്നു. ഷീ ഈസ് പ്രാക്ടീസിങ് ഫോർ എ ഡാൻസ് കോമ്പറ്റീഷൻ. നൃത്തം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡാൻസ്. മത്സരം, കോമ്പറ്റീഷൻ. പരിശീലിക്കുക, പ്രാക്ടീസ്. ഷീ ഈസ് പ്രാക്ടീസിങ് ഫോർ എ ഡാൻസ് കോമ്പറ്റീഷൻ. അവൾ ഒരു നൃത്ത മത്സരത്തിനായി പരിശീലിക്കുന്നു. അവർ ഈ വാരാന്ത്യത്തിൽ ബന്ധുക്കളെ സന്ദർശിക്കുന്നു. ദേ ആർ വിസിറ്റിംഗ് റിലേറ്റീവ്സ് ദിസ് വീക്കെൻഡ്. വാരാന്ത്യം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വീക്കെൻഡ്. ബന്ധുക്കൾ, റിലേറ്റീവ്സ്. സന്ദർശിക്കുക, വിസിറ്റ്. ദേ ആർ വിസിറ്റിംഗ് റിലേറ്റീവ്സ് ദിസ് വീക്കെൻഡ്. അവർ ഈ വാരാന്ത്യത്തിൽ ബന്ധുക്കളെ സന്ദർശിക്കുന്നു. അവൻ ഒരു നോവൽ എഴുതുകയാണ്. ഹീ ഈസ് റൈറ്റിംഗ് എ നോവൽ. എഴുതുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റൈറ്റ്. ഹീ ഈസ് റൈറ്റിംഗ് എ നോവൽ. അവൻ ഒരു നോവൽ എഴുതുകയാണ്. പാർക്ക് ഒരു പിക്നിക്കിനുള്ള മികച്ച സ്ഥലമാണ്. ദ പാർക്ക് ഈസ് എ ഗ്രേറ്റ് പ്ലേസ് ഫോർ എ പിക്നിക്. ഉല്ലാസയാത്ര എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പിക്നിക്. മികച്ച, ഗ്രേറ്റ്. സ്ഥലം, പ്ലേസ്. ദ പാർക്ക് ഈസ് എ ഗ്രേറ്റ് പ്ലേസ് ഫോർ എ പിക്നിക്. പാർക്ക് ഒരു പിക്നിക്കിനുള്ള മികച്ച സ്ഥലമാണ്. അവൾ എങ്ങനെ നെയ്യണമെന്ന് പഠിക്കുന്നു. ഷീ ഈസ് ലേണിംഗ് ഹൗ ടു നിറ്റ്. എങ്ങനെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹൗ. നെയ്യുക, നിറ്റ്. പഠിക്കുക, ലേൺ. ഷീ ഈസ് ലേണിംഗ് ഹൗ ടു നിറ്റ്. അവൾ എങ്ങനെ നെയ്യണമെന്ന് പഠിക്കുന്നു. അവൻ കാറുകളെക്കുറിച്ച് വളരെ അറിവുള്ളവനാണ്. ഹീ ഈസ് വെരി നോളജബിൾ അബൌട്ട് കാർസ്. കാറുകളെക്കുറിച്ച്, അബൌട്ട് കാർസ്. വളരെ, വെരി. അറിവ്, നോളജ്. ഹീ ഈസ് വെരി നോളജബിൾ അബൌട്ട് കാർസ്. അവൻ കാറുകളെക്കുറിച്ച് വളരെ അറിവുള്ളവനാണ്. ഈ കഫേയിലെ കോഫി മികച്ചതാണ്. ദ കോഫി അറ്റ് ദിസ് കഫേ ഈസ് എക്സലൻറ്റ്. മികച്ചത് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എക്സലൻറ്റ്. ദ കോഫി അറ്റ് ദിസ് കഫേ ഈസ് എക്സലൻറ്റ്. ഈ കഫേയിലെ കോഫി മികച്ചതാണ്. അവൾ ഒരു മാരത്തണിനായി പരിശീലിക്കുന്നു. ഷീ ഈസ് ട്രെയിനിങ് ഫോർ എ മാരത്തോൺ. പരിശീലിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രെയിൻ. ഷീ ഈസ് ട്രെയിനിങ് ഫോർ എ മാരത്തോൺ.
അവൾ ഒരു മാരത്തണിനായി പരിശീലിക്കുന്നു. അവർ ഒരു നായ്ക്കുട്ടിയെ ദത്തെടുക്കുകയാണ്. ദേ ആർ അഡോപ്റ്റിംഗ് എ പപ്പി. നായ്ക്കുട്ടി എന്ന വാക്കിന് ഇംഗ്ലീഷിലാണ് പപ്പി. ദത്തെടുക്കുക, അഡോപ്റ്റ്. ദേ ആർ അഡോപ്റ്റിംഗ് എ പപ്പി. അവർ ഒരു നായ്ക്കുട്ടിയെ ദത്തെടുക്കുകയാണ്. അവൻ പാചകം ചെയ്യാൻ താല്പര്യമുള്ളവനാണ്. ഹീസ് പാഷനേറ്റ് അബൌട്ട് കുക്കിംഗ്. പാചകം ചെയ്യുക, കുക്ക്. വളരെയധികം താല്പര്യം, പാഷനേറ്റ്. ഹീസ് പാഷനേറ്റ് അബൌട്ട് കുക്കിംഗ്. അവൻ പാചകം ചെയ്യാൻ താല്പര്യമുള്ളവനാണ്. ഉത്സവം അടുത്ത ആഴ്ച ആരംഭിക്കുന്നു. ദ ഫെസ്റ്റിവൽ സ്റ്റാർട്ട്സ് നെക്സ്റ്റ് വീക്ക്. ഉത്സവം എന്ന വാക്കിന് ഇംഗ്ലീഷിലാണ് ഫെസ്റ്റിവൽ. അടുത്ത ആഴ്ച, നെക്സ്റ്റ് വീക്ക്. ആരംഭിക്കുക, സ്റ്റാർട്ട്. ദ ഫെസ്റ്റിവൽ സ്റ്റാർട്ട്സ് നെക്സ്റ്റ് വീക്ക്. ഉത്സവം അടുത്ത ആഴ്ച ആരംഭിക്കുന്നു. അവൾ വരയ്ക്കുന്നതിൽ വളരെ മിടുക്കിയാണ്. ഷീ ഈസ് വെരി ഗുഡ് അറ്റ് ഡ്രോയിങ്. വരയ്ക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷിലാണ് ഡ്രോ. വളരെ, വെരി. വളരെ മിടുക്കി, വെരി ഗുഡ്. ഷീ ഈസ് വെരി ഗുഡ് അറ്റ് ഡ്രോയിങ്. അവൾ വരയ്ക്കുന്നതിൽ വളരെ മിടുക്കിയാണ്. അവൻ ഫുട്ബോളിൻ്റെ വലിയ ആരാധകനാണ്. ഹീസ് എ ബിഗ് ഫാൻ ഓഫ് ഫുട്ബോൾ. വലിയ എന്ന വാക്കിന് ഇംഗ്ലീഷിലാണ് ബിഗ്. ആരാധകൻ, ഫാൻ. ഹീസ് എ ബിഗ് ഫാൻ ഓഫ് ഫുട്ബോൾ. അവൻ ഫുട്ബോളിൻ്റെ വലിയ ആരാധകനാണ്. ശരിക്കും ത്രില്ലിംഗ് ആയിരുന്നു സിനിമ. ദ മൂവി വാസ് വെരി ത്രില്ലിംഗ്. ത്രില്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോരിത്തെരിപ്പിക്കുക, അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായും ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നൊക്കെയാണ്. ശരിക്കും, റിയലി. സിനിമ, മൂവി. ദ മൂവി വാസ് റിയലി ത്രില്ലിംഗ്. ശരിക്കും ത്രില്ലിംഗ് ആയിരുന്നു സിനിമ. അവൾ ഇന്ന് രാത്രി വൈകി ജോലി ചെയ്യുന്നു. ഷീ ഈസ് വർക്കിംഗ് ലേറ്റ് ടുനൈറ്റ്. ഇന്ന് രാത്രി, ടുനൈറ്റ്. വൈകി, ലേറ്റ്. ജോലി ചെയ്യുക, വർക്ക്. ഷീ ഈസ് വർക്കിംഗ് ലേറ്റ് ടുനൈറ്റ്. അവൾ ഇന്ന് രാത്രി വൈകി ജോലി ചെയ്യുന്നു. അവർ സ്കോട്ട്ലൻഡിലേക്ക് ഒരു യാത്ര ആസൂത്രണം ചെയ്യുകയാണ്, അല്ലെങ്കിൽ പദ്ധതി ഇടുകയാണ്. ദേ ആർ പ്ലാനിങ് എ ട്രിപ്പ് ടു സ്കോട്ട്ലൻഡ്. അവർ എന്ന വാക്കിന് ഇംഗ്ലീഷിലാണ് ദേ. യാത്ര, ട്രിപ്പ്. ആസൂത്രണം ചെയ്യുക, അല്ലെങ്കിൽ പദ്ധതി ഇടുക, പ്ലാൻ. ദേ ആർ പ്ലാനിങ് എ ട്രിപ്പ് ടു സ്കോട്ട്ലൻഡ്. അവർ സ്കോട്ട്ലൻഡിലേക്ക് ഒരു യാത്ര ആസൂത്രണം ചെയ്യുകയാണ്, അല്ലെങ്കിൽ പദ്ധതി ഇടുകയാണ്. അവൻ ചെസ് കളിക്കാൻ പഠിക്കുകയാണ്. ഹീസ് ലേണിംഗ് ഹൗ ടു പ്ലേ ചെസ്. കളിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷിലാണ് പ്ലേ. പഠിക്കുക, ലേൺ. ഹീസ് പ്ലേയിങ് ഹൗ ടു പ്ലേ ചെസ്. അവൻ ചെസ് കളിക്കാൻ പഠിക്കുകയാണ്. പൂച്ച സോഫയിൽ ഉറങ്ങുകയാണ്. ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ സോഫ. പൂച്ച എന്ന വാക്കിന് ഇംഗ്ലീഷിലാണ് ക്യാറ്റ്. ഉറങ്ങുക, സ്ലീപ്പ്. ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ സോഫ. പൂച്ച സോഫയിൽ ഉറങ്ങുകയാണ്. അവൾ ഒരു കവിത എഴുതുകയാണ്. ഷീ ഈസ് റൈറ്റിംഗ് എ പോം. കവിത എന്ന വാക്കിന് ഇംഗ്ലീഷിലാണ് പോം. എഴുതുക, റൈറ്റ്. ഷീ ഈസ് റൈറ്റിംഗ് എ പോം. അവൾ ഒരു കവിത എഴുതുകയാണ്. അയാൾക്ക് പൂന്തോട്ട പരിപാലനത്തിൽ താല്പര്യമുണ്ട്. ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ ഗാർഡനിങ്. പൂന്തോട്ട പരിപാലനം എന്ന വാക്കിന് ഇംഗ്ലീഷിലാണ് ഗാർഡനിങ്. താല്പര്യം, ഇൻട്രസ്റ്റ്. ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ ഗാർഡനിങ്. അയാൾക്ക് പൂന്തോട്ട പരിപാലനത്തിൽ താല്പര്യമുണ്ട്. നമ്മളിതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇംഗ്ലീഷ് സെൻറ്റൻസസ്, അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് സെൻറ്റൻസസ് വഴി പരിചയപ്പെട്ട വാക്കുകൾ നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ, ബൈ.